എല്ലാവർക്കും നമസ്കാരം. ഒരു ചൈനീസ് സിനിമയിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ചെറിയ കോപം വലിയ കാര്യമോ, ചെറിയൊരു തീപ്പൊരി വലിയ കാര്യമോ എന്ന് ചോദിക്കുന്ന പോലെയാണത്. വലിയ കാട്ടുതീ വരെ ഉണ്ടാകുന്നത് ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നാണ്. ചെറിയ കോപമാണ് പടർന്നു പിടിച്ച് വലിയ പ്രതിസന്ധിയായി ജീവിതത്തെ വഴിമുട്ടിക്കുന്നത്. ഒരു ചിന്തകൻ കുറിക്കുന്നു, എ മൊമെന്റ് ഓഫ് പേഷ്യൻസ് ഇൻ എ മൊമെന്റ് ഓഫ് ആങ്കർ സേവ്സ് യു 100 മൊമെന്റ് ഓഫ് റിഗ്രറ്റ്. ഒരു കോപത്തിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരിക്കെ സഹിഷ്ണുതയ്ക്ക് വേണ്ടി, ക്ഷമയ്ക്ക് വേണ്ടി, കാത്തിരിപ്പിന് വേണ്ടി ഒരു നിമിഷം നീക്കിവെച്ചാൽ ഖേദിക്കാനുള്ള 100 കണക്ക് നിമിഷങ്ങളെയാണ് നമുക്ക് ലാഭിക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൻ്റെ വഴികളിൽ നമുക്കൊക്കെ പലപ്പോഴും കോപം നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. അതിൻ്റെതായ എത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആലോചിച്ച് വരുമ്പോഴേ സർവ്വതും കൈവിട്ടു പോയിരിക്കും. ഒരു ചിന്ത ഇങ്ങനെയാണ്, ആങ്കർ ഡസ് നോട്ട് സോൾവ് എനിത്തിങ്, ഇറ്റ് ബിൽഡ്സ് നത്തിങ്, ബട്ട് ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് എവറിത്തിങ്. നമ്മുടെ കോപം ഒന്നിനെയും പരിഹരിക്കുന്നില്ല. നമ്മുടെ കോപം ഒന്നിനെയും നിർമ്മിക്കുന്നുമില്ല. അതിനാകെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാറ്റിനെയും നശിപ്പിക്കുക. എന്നിട്ടും അറിഞ്ഞോ അറിയാതെ നമ്മൾ വീണ്ടും വീണ്ടും കോപത്തെ ആശ്രയിക്കുകയാണ്. കോപത്തിൽ ആരംഭിച്ചതൊക്കെ വലിയ നാണക്കേടിലാണ് അവസാനിച്ചിട്ടുള്ളത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് കുറിക്കുന്നത്, whatever begun in anger ends in shame. ആ ചൈനീസ് സിനിമയിലെ പെൺകുട്ടി ചോദിച്ച ചോദ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച്, ചെറിയ കോപം വലിയ കാര്യമോ? നിശ്ചയമായും വലിയ കാര്യം തന്നെയാണ്. ഓരോ ദിവസവും നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനുള്ള കഴിവ് വികസിപ്പിച്ചെടുക്കുക. അതിന് പ്രാർത്ഥനയും ധ്യാനവും ആരാധനാനുഭവങ്ങളും ഒക്കെ നമ്മളെ സഹായിക്കും. സദൃശവാക്യങ്ങൾ 14 അധ്യായം 29 വാക്യം, ദീർഘക്ഷമയുള്ളവൻ മഹാബുദ്ധിമാൻ, മുൻകോപിയോ ഭോഷത്വമുയർത്തുന്നു. ഒരു നിമിഷം ഹൃദയകണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവേ, ജീവിത വഴിയിൽ പലപ്പോഴും വൈകാരികമായി ഞങ്ങൾ ബലഹീനരാകുന്നു. ആലോചനയില്ലാത്ത പെരുമാറ്റം കൊണ്ടും പൊട്ടിത്തെറിക്കുന്ന ഇടപെടൽ കൊണ്ടും ജീവിതത്തിൻ്റെ എല്ലാ സൗന്ദര്യത്തെയും ഞങ്ങൾ കെടുത്തിക്കളയുന്നു. കർത്താവേ, കോപം ഒന്നിനെയും നിർമ്മിക്കുന്നില്ല, ഒന്നും പരിഹരിക്കുന്നുമില്ല, അതെല്ലാം നശിപ്പിക്കുന്നതാണ്. പലപ്പോഴും വൈകാരിക അപക്വതകളെ ആശ്രയിച്ചാണ് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രതിസന്ധി വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിലിടങ്ങളിലും ഒക്കെ ഞങ്ങൾ നേരിടുന്നുണ്ട്. യേശുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാനുള്ള ജ്ഞാനവും കൃപയും നൽകണമേ. അവിടുത്തെ തൃക്കരങ്ങൾ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.